Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, Asset or Fund-Based Financial Services, from the subject Financial Services for BBA Semester 3 students of the Kerala University. Sixth asset-based or fund-based financial service is insurance services. Insurance is a contract between two parties. One party is the insured and the other party is the insurer. അസറ്റ് ഓർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആറാമത്തെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് സർവീസസ് ആണ്. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ കരാറാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ടിക്ക് ഇൻഷുർഡ് എന്നും മറ്റേ പാർട്ടിക്ക് ഇൻഷുറർ എന്നും പറയുന്നു. ലെറ്റ് us see who is insured. Insured is the person whose life or property is insured with the insurer. That is, the person whose risk is insured is called insured. ഇൻഷുർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നഷ്ടോത്തരവാദം ചെയ്യുക എന്നാണ്. ഇവിടെ അപ്പോൾ ഇൻഷുർഡ് ആരാന്ന് നോക്കി. ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഹൂസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് വിത്ത് ദ ഇൻഷുറർ. അതായത് തൻ്റെ ജീവനും സ്വത്തിനും ഉണ്ടാകാനിടയുള്ള നഷ്ടം അല്ലെങ്കിൽ ആ നഷ്ടോത്തരവാദം ഒരു ഇൻഷുററെ ഭരമേൽപ്പിക്കുന്ന വ്യക്തിയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അതായത് ആരുടെ റിസ്ക് ആണോ ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നഷ്ടോത്തരവാദം ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാളെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, 10 വർഷത്തേക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു വിചാരിക്കുക. അപ്പം ഞാൻ ഇൻഷുർഡ് ആണ്. കാരണം എൻ്റെ ജീവന് ഉണ്ടാകാനിടയുള്ള അപകട സാധ്യത, എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് മൂലം എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തെ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്, ഇൻഷുററെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇൻഷുർഡ് എന്ന് പറയും, എന്നെ ഇൻഷുർഡ് എന്ന് പറയും. ലെറ്റ് us see who is an insurer. Insurer is the insurance company to whom risk is transferred by the insured. That is, the person who insures the risk of insured is called insurer. Thus, insurance is a contract between insurer and insured. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മുടെ റിസ്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഇൻഷുർഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ റിസ്ക് അയാൾ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത്തരം കമ്പനികളെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കരാറാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Insurance is a contract in which the insurance company undertakes to indemnify the insured on the happening of certain event for a payment of consideration. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുർഡിൻ്റെ, അതായത് തൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന നഷ്ടവും അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വസ്തുവകൾക്കുണ്ടാകുന്ന നഷ്ടവും മറ്റൊരാളെ ഏൽപ്പിക്കുന്ന വ്യക്തി ഇൻഷുർഡ്. ഇൻഷുർഡിനുണ്ടാകുന്ന അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നഷ്ടത്തിന് കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാമെന്ന് ഇൻഷുറൻസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കൺസിഡറേഷൻ ലഭിക്കുന്നു. ആ കൺസിഡറേഷനാണ് ഇൻഷുർഡ് അഥവാ ഇൻഷുർ ചെയ്യുന്ന വ്യക്തി നൽകുന്ന പ്രീമിയം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ വർഷത്തിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വർഷത്തിലൊരിക്കലോ നൽകുന്ന പ്രീമിയമാണ് ഇതിനുള്ള കൺസിഡറേഷൻ. അപ്പോൾ ഇതിനെയാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ് അണ്ടർ വിച്ച് ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു കോമ്പൻസേറ്റ് ദ ഇൻഷുർഡ് ഫോർ ദ ലോസ് അറൈസിങ് ഫ്രം ദ റിസ്ക് ഇൻഷുർഡ് അഗെയിൻസ്റ്റ്. നമ്മൾ എന്ത് റിസ്കിനാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ, ആ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് നഷ്ടപരിഹാരം ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Let us see the definitions of insurance. According to McGill, insurance is a process in which uncertainties are made certain. ഇവിടെ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷനുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഡെഫിനിഷൻ മഗ്ഗിലിൻ്റെ ഡെഫിനിഷനാണ്. മഗ്ഗിൽ പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റീസിനെ സർട്ടൻ ആക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. അതായത് അനിശ്ചിതത്വങ്ങളെ സുനിശ്ചിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻഷുറൻസ് എന്നാണ് മഗ്ഗിൽ പറയുന്നത്.
In the words of John Magee, insurance is a plan wherein persons collectively share the losses of risk. ജോൺ മേഗിയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ വ്യക്തികൾ തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെ, വലിയ ഭീമമായ നഷ്ടത്തെ കളക്റ്റീവായിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ബർഗ്ലറി ഇൻഷുറൻസ് എടുക്കുന്നത് എന്നുവെച്ചാൽ കള്ളന്മാർ നമ്മുടെ വീട് മോഷ്ടിക്കുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് മോഷണം പോവുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ നഷ്ടം നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് അല്ലെ നമ്മുടെ വീട് ചിലപ്പോൾ ഇൻഷുർ ചെയ്തേക്കും, ബർഗ്ലറി ഇൻഷുറൻസ് എടുത്തേക്കും. അപ്പോൾ മോഷണം ഉണ്ടാകുന്ന മുറയ്ക്ക് അതിനകത്ത് നിന്ന് എത്ര നഷ്ടം ഉണ്ടായി ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേ ചെയ്യും. ഇതാണ് ബർഗ്ലറി ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ബർഗ്ലറി ഇൻഷുറൻസ് നമ്മളെപ്പോലെ ഒത്തിരി പേര് ഇതേപോലെ ബർഗ്ലറി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇതിന് പ്രീമിയം ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കള്ളം കയറില്ല, മോഷണം മൂലം നഷ്ടം ഉണ്ടാവുകയില്ല. അപ്പോൾ കുറച്ച് പേരുടെ വീടുകളിൽ ചിലപ്പോൾ കള്ളം കയറി നഷ്ടം ഉണ്ടാവും. അപ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ ഈ എല്ലാവരും അടയ്ക്കുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മേഗി പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന നഷ്ടത്തെ എല്ലാവരും കൂടെ ചേർന്നാണ് അത് ഷെയർ ചെയ്യുന്നത്. ആ നഷ്ടം എല്ലാവരും കൂടെ ചേർന്ന് ഷെയർ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് ഇൻഷുറൻസ് എന്നാണ് ജോൺ മേഗി പറയുന്നത്. Thus, insurance is a device by which a loss likely to be caused by uncertain event is spread over a large number of persons who are exposed to it and who voluntarily join themselves against such an event. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ ജീവിതത്തിലോ അവരുടെ ഇടപാടുകളിലോ ഉണ്ടാകാനിടയുള്ള അൺസർട്ടൺ ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ചില സംഭവ വികാസങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. തീപിടുത്തം, അല്ലെങ്കിൽ വീട് മോഷ്ടിക്കപ്പെടുക, അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ ഡിപ്പെൻഡൻസിനൊക്കെ നഷ്ടങ്ങളുണ്ടാകാം. അപ്പോൾ ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ തോത് ഒത്തിരി പേരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആഘാതം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്, അതിനുള്ളൊരു സംവിധാനമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് എല്ലാവരും സ്വമേധയാ ഓരോരുത്തർ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ഫയർ ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞാണ്, ഫയർ ഇൻഷുറൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ബർഗ്ലറി ഇൻഷുറൻസ് എടുക്കുന്നു. ആ നഷ്ടം നമുക്ക് ഉണ്ടാവുകയാണെങ്കിലാണ് നമുക്ക് പൈസ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ അടയ്ക്കുന്ന പൈസ ഒരു ഫണ്ടായിട്ട് അവിടെ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുകയും അതിൽ നിന്ന് ആർക്കൊക്കെയാണോ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാരുടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഇൻഷുറൻസ് കമ്പനിക്ക് ഈ തുക അവർക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. The document which contains all the terms and conditions of the insurance, that is the written contract, is called the insurance policy. നമ്മൾ പഠിച്ചു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണെന്ന് പഠിച്ചു, കരാറാണെന്ന് പഠിച്ചു. അപ്പോൾ ആ റിട്ടൺ കോൺട്രാക്റ്റിനാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഈ റിട്ടൺ കോൺട്രാക്റ്റിനകത്ത് ആ ഇൻഷുറൻസിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ നിബന്ധനകളും കാര്യങ്ങളും എല്ലാ വ്യവസ്ഥകളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതെല്ലാം അടങ്ങിയിരിക്കും. അതാണ് പറയുന്നത് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതിനകത്തുണ്ടായിരിക്കും. അത്തരം ഡോക്യുമെൻറ്റിനാണ്, അതായത് ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ റിട്ടൺ കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഫോർ വിച്ച് ദ ഇൻഷുറൻസ് പോളിസി ഈസ് ടേക്കൺ ഈസ് കോൾഡ് സം അഷ്യൂർഡ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അതിനെയാണ് സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഫയർ ഇൻഷുറൻസ് എടുത്തു, 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ എടുത്തതെങ്കിൽ ആ 5 ലക്ഷം രൂപയെ സം അഷ്യൂർഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീപിടുത്തം ഉണ്ടായി നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ നഷ്ടം ഉണ്ടാകണമെങ്കിൽ അത് നമുക്ക് ലഭിക്കും. 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് അത്രയും ലഭിക്കില്ല, 5 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എത്ര തുകയ്ക്കാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. അപ്പോൾ എത്ര തുകയ്ക്കാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിനെയാണ് സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. ആ എമൗണ്ടിനാണ് സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. The consideration in return for which the insurer agrees to make good the loss is known as insurance premium. This premium is to be paid regularly by the insured. It may be paid monthly, quarterly, half yearly or yearly. ഇനി ഇൻഷുറൻസ് കമ്പനികൾ, ഇൻഷുറർ നമ്മുടെ നഷ്ടം നികത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ഒരു കൺസിഡറേഷന് പുറത്താണ്. അവർക്ക് എന്തെങ്കിലും പകരമായി ലഭിച്ചതുകൊണ്ടാണ് അവർ നമ്മുടെ നഷ്ടം നികത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ
അവർക്ക് ലഭിക്കുന്ന കൺസിഡറേഷന് പറയുന്ന പേരാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫയർ ഇൻഷുറൻസ് എടുത്തു, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ നമ്മൾ അതിന് പ്രീമിയം അടയ്ക്കും. ഒന്നുകിൽ അത് മാസം തോറും അടയ്ക്കും, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അടയ്ക്കും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അടയ്ക്കും, അല്ലെങ്കിൽ വർഷത്തിലൊരു തവണ അടയ്ക്കും. അപ്പോൾ ഈ നൽകുന്ന ഈ തുകയ്ക്കാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇതാണ് അവർക്കുള്ള കൺസിഡറേഷൻ. ഇത് കിട്ടുന്നതുകൊണ്ടാണ് അവർ എന്തെങ്കിലും നഷ്ടം, ഭീമമായ നഷ്ടം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ നൽകുന്ന ഈ പ്രീമിയത്തിന് അല്ലെങ്കിൽ ഈ കൺസിഡറേഷനാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻഷുറൻസ് പ്രീമിയം മന്ത്ലി അടയ്ക്കാം, മാസം തോറും അടയ്ക്കാം, 3 മാസം കൂടുമ്പോൾ, ക്വാർട്ടർലി എന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ അടയ്ക്കാം, ഹാഫ് ഇയർലി 6 മാസം കൂടുമ്പോൾ അടയ്ക്കാം, അല്ലെങ്കിൽ വർഷത്തിലൊരു തവണ അടയ്ക്കാം. 7th asset based or fund based financial service is factoring. Factoring is an arrangement under which the factor purchases the account receivables, that is arising out of credit sale of goods or services, and makes immediate cash payment to the supplier or creditor. അപ്പോൾ ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ ചില കമ്പനികളുടെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ അക്കൗണ്ട് റിസീവബിൾസ് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് അതിന് സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നടത്തും. ഇതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾസ് എന്ന് എന്താണ്? നമ്മൾ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഡെറ്റേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് കിട്ടാനുള്ള പൈസ, അതിനാണ് അക്കൗണ്ട് റിസീവബിൾസ് അഥവാ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ക്രെഡിറ്റ് സെയിൽ, കടത്തിൻ്റെ സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. ബാലൻസ് ഷീറ്റിൽ തന്നെ ഡെറ്റേഴ്സ് നമ്മൾ വിളിക്കും, അക്കൗണ്ട്സ് റിസീവബിൾ എന്നും പറയും. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ പൈസ ഉടനെ കിട്ടത്തില്ല. അപ്പോൾ ഈ ഡെറ്റേഴ്സ് ഇവിടെ ഫാക്ടറിങ്ങിൽ ചെയ്യുന്നത് ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്. അതൊരു ഫാക്ടർ, അതായത് ഒരു ബാങ്കറോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഈ അക്കൗണ്ട് റിസീവബിൾസ് വാങ്ങുകയും, കമ്പനിയിൽ നിന്ന് വാങ്ങുകയും, അതായത് കമ്പനി ക്രെഡിറ്ററാണ് അല്ലെങ്കിൽ സപ്ലയറാണ്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് എത്രയാണോ കിട്ടാനുള്ള ആ ക്യാഷ് ഉടൻ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പേ ചെയ്യുന്നു. ഈ അറേഞ്ച്മെൻറ്റിനാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. Thus, it is an arrangement in which the account receivables of a firm or client are purchased by a financial institution or banker. Thus, the factor provides finance to the client or supplier in respect of account receivables. അങ്ങനെ പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ബാങ്കോ ഇത്തരത്തിലൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് റിസീവബിൾസ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് വാങ്ങുകയും അതിന് ഉടൻ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ഉടൻ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. The factor undertakes the responsibility of collecting the account receivables. The financial institution or factor undertakes the risk. For this type of service as well as for the interest, the factor charges a fee for the intervening period. This fee or charge is called factorage. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ സർവീസിൽ ഒരു ഫാക്ടർ ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ സപ്ലയറുടെ അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ ബിൽസ് റിസീവബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ് കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക്, അതിനോടനുബന്ധമായ റിസ്ക് കൂടി, അപകട സാധ്യത കൂടി ഏറ്റെടുക്കുന്നു. ഇങ്ങനെ റിസ്ക് ഏറ്റെടുക്കുന്നതിന് ഈ ബിൽസ് റിസീവബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ് കളക്ട് ചെയ്യുന്നതിന് അവർ ഒരു ഫീ ചാർജ് ചെയ്യാറുണ്ട്. അത്രയും കാലാവധിയിൽ ഒരു ഫീ ചാർജ് ചെയ്യണം. ഈ ഫീക്ക് അല്ലെങ്കിൽ ചാർജിനാണ് ഫാക്ടറേജ് എന്ന് പറയുന്നത്. കാരണം ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട്സ് റിസീവബിൾസ് അല്ലെ ഡെറ്റേഴ്സ് അല്ലെ ബിൽസ് റിസീവബിൾസ് അത് കളക്ട് ചെയ്യുകയും അതിനകത്ത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് വെച്ചാൽ ആ ഡെറ്റർ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഫാക്ടറിക്ക് അത് പേ ചെയ്തില്ലെങ്കിൽ അവർക്കത് നഷ്ടമാകും. അവിടെ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക്കാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് സർവീസിന് വേണ്ടി ഒരു ഫീ ഈടാക്കും നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന്. ആ ഫീക്ക് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ആ ചാർജിന് പറയുന്ന പേരാണ് ഫാക്ടറേജ് എന്ന് പറയും. ഈ ഫാക്ടറേജ് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ആ ഫാക്ടർ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ബാങ്കർക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ഈ ഫാക്ടറേജ് ആണ്. ഈ ഫീ ആണ് അവർക്ക് ലഭിക്കുന്നത്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് ആ കിട്ടാനുള്ള തുക, അക്കൗണ്ട്സ് റിസീവബിൾസ് നമുക്ക് കിട്ടാനുള്ള തുക ഇവർ ബാങ്കർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫാക്ടർ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ആ തുക കഴിഞ്ഞ് അവർ നൽകിക്കഴിഞ്ഞു. അവർക്ക് ഈ നമുക്ക് കിട്ടാനുള്ളവർ നമ്മുടെ ഡെറ്റർ ആ ബാങ്കിന് അല്ലെങ്കിൽ ഫാക്ടറിക്ക് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ലാഭം എന്ന് പറയുന്നത്
ഈ ഫാക്ടർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫീ, ഇതിനു വേണ്ടി വാങ്ങുന്ന ഫീ അല്ലെങ്കിൽ ചാർജാണ്. അതിന് പറയുന്ന പേരാണ് ഫാക്ടറേജ്. എയ്ത്ത്, അസറ്റ് ബേസ്ഡ് ഓർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് forfeiting. Forfeiting is a form of financing of receivables relating to international trade. It is a non-recourse purchase by a banker or any other financial institution of receivables arising from export of goods and services. The exporter surrenders his right to the forfeiter to receive future payment from the buyer to whom goods have been supplied. എട്ടാമത്തെ അസറ്റ് ബേസ്ഡ് ഓർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസാണ് ഫോർഫൈറ്റിംഗ്. ഫോർഫൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ട്രേഡിൽ ഒരു ക്ലയൻറ്റിൻ്റെ നിന്ന് റിസീവബിൾസ് വാങ്ങുന്ന അല്ലെങ്കിൽ റിസീവബിൾസ് വാങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫാക്ടറിങ്ങിൽ പഠിച്ചത് സാധാരണ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ബിൽസ് റിസീവബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ് വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞത്. ഫോർഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫോർഫൈറ്റിംഗ് ചെയ്യുന്നത് ഈ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബിസിനസ് കൺസേണിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ബിൽസ് റിസീവബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾസ് വാങ്ങി അതിന് ഫിനാൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഥവാ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫോർഫൈറ്റർ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന റിസീവബിൾസ് അത് വാങ്ങി അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തും. ഇവിടെ എക്സ്പോർട്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റ് അദ്ദേഹത്തിന് തൻ്റെ ബയർ കടത്തിന് സാധനം വയ്ക്കുമ്പോൾ ആ ബയർ തനിക്ക് അതിന് പേയ്മെൻറ്റ് നടത്താനുള്ള ഈ അവകാശത്തെ ഫോർഫൈറ്റർക്ക് സറണ്ടർ ചെയ്യുന്നു. ഫോർഫൈറ്റർക്ക് ആ അവകാശത്തെ കൊടുക്കുന്നു, ആ ബില്ലെടുത്ത് ഫോർഫൈറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഭാവിയിൽ ആ ഫോർഫൈറ്റർക്കായിരിക്കും ബയർ പേ ചെയ്യുന്നത്. പക്ഷേ എക്സ്പോർട്ടർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടർക്ക് ഈ ബിൽ തുക അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് ആ തുക ഉടൻ തന്നെ ഫോർഫൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നു. ഇതാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഫോർഫൈറ്റിംഗ് എന്ന് വെച്ചാൽ എക്സ്പെഷ്യലി എക്സ്പോർട്ട് ബിസിനസ്സിൽ കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ ബില്ല് ബയർ ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ പീരീഡിലായിരിക്കും പേ ചെയ്യുന്നത്. ഇവിടെ ഫോർഫൈറ്റിങ്ങിലൂടെ ആ ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്യേണ്ട ബില്ല്, ബയർ പേ ചെയ്യേണ്ട ബില്ല് ഫോർഫൈറ്റിംഗ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്കോ അത് എക്സ്പോർട്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ച് അപ്പോഴും തന്നെ പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ എക്സ്പോർട്ടർ ഇനി ആ ബില്ല് ബില്ലിനകത്തുള്ള പൈസ സ്വീകരിക്കാനുള്ള അവകാശം ഫോർഫൈറ്റർക്ക് കൊടുക്കുന്നു. ഫോർഫൈറ്റർ ഭാവിയിൽ ആ ബില്ല് തുക പിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റ്. Forfeiting is a technique that helps the exporter sell his goods on credit and yet receives the cash well before the due date. അപ്പോൾ ഫോർഫൈറ്റിങ്ങിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടർക്ക് തൻ്റെ സാധനങ്ങൾ, ഗുഡ്സോ സർവീസസോ കടത്തിന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ക്യാഷും റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഫോർഫൈറ്റിങ്ങിലൂടെ ലഭിക്കുന്നു. അത്തരത്തിലുള്ള ടെക്നിക്കാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടർക്ക് തൻ്റെ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുകയും ചെയ്യാം, ഉടൻ തന്നെ ക്യാഷ് റിസീവ് ചെയ്യാൻ ചെയ്യാം. ആ ഡ്യൂ ഡേറ്റിന് ബിഫോറായിട്ട് മുമ്പേ തന്നെ ക്യാഷ് റിസീവ് ചെയ്യാം. ഈ ഒരു സഹായമാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ എക്സ്പോർട്ടർക്ക് ലഭിക്കുന്നത്. ഇൻ ഷോർട്ട്, ഫോർഫൈറ്റിംഗ് ഇസ് എ ടെക്നിക് ബൈ വിച്ച് എ ഫോർഫൈറ്റർ ഓർ ഫിനാൻസിംഗ് ഏജൻസി ഡിസ്കൗണ്ട്സ് ആൻ എക്സ്പോർട്ട് ബിൽ ആൻഡ് പേ റെഡി ക്യാഷ് ടു ദ എക്സ്പോർട്ടർ. The exporter need not bother about collection of export bill. He can just concentrate on export trade. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഫോർഫൈറ്റർ അഥവാ ഫിനാൻസിങ് ഏജൻസി ഒരു എക്സ്പോർട്ട് ബില്ല് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസയുടെ ബില്ല് ഫോർഫൈറ്റിംഗ് ഏജൻസി ഏൽപ്പിക്കുന്നു. അവർ നമുക്ക് അതിനകത്ത് നിന്ന് കുറച്ച് പൈസ കുറച്ച് എമൗണ്ട് കുറച്ചതിന് ശേഷം ബാക്കി മുഴുവൻ തുകയും നമുക്ക് പേ ചെയ്യുന്നു, എക്സ്പോർട്ടർക്ക് പേ ചെയ്യുന്നു. ഇത് ബിൽ ഡിസ്കൗണ്ടിങ് പോലെ തന്നെയാണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പോർട്ടർക്കുള്ള ഗുണമെന്ന് വെച്ചാൽ എക്സ്പോർട്ടർക്ക് ഈ എക്സ്പോർട്ട് ബില്ല് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ബോദർ ചെയ്യേണ്ട. അതായത് നമ്മൾ കടത്തിന് സാധനം വിറ്റു ആ പൈസ പിരിച്ചെടുക്കേണ്ട ഒരു ബോദറേഷൻ അല്ലെങ്കിൽ ആ ഒരു തലവേദന നമുക്ക് എക്സ്പോർട്ടർക്ക് ഉണ്ടാവുന്നില്ല. എക്സ്പോർട്ടർക്ക് എക്സ്പോർട്ട് ട്രേഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഈ ബില്ല് കളക്ട് ചെയ്യുന്ന മറ്റ് നൂലാമാലകളും അതിനെക്കുറിച്ചുള്ള തലവേദനയൊക്കെ ഈ ഫോർഫൈറ്റർ അഥവാ ഫോർഫൈറ്റിംഗ് ഫിനാൻസിങ് ഏജൻസി ഏറ്റെടുത്തോളും. ഇതാണ് ഫോർഫൈറ്റിംഗിനുള്ള ഗുണമെന്ന് പറയുന്നത്. Ninth, asset-based or fund-based financial service is mutual fund. Mutual funds are financial intermediaries which mobilize
savings from the and invest them in a mix of corporate and government securities. അസറ്റ് ഓർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസിൽ 9ാമത്തെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഇടനിലക്കാരാണ്, സാമ്പത്തികമായ ഇടനിലക്കാരാണ്. അതായത് ജനങ്ങളുടെ സേവിങ്സിനെ, നീക്കിയിരിപ്പിനെ, സമ്പാദ്യങ്ങളെ മൊബിലൈസ് ചെയ്യുക. മൊബിലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിൽ നിന്ന് വാങ്ങി അത് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ, ഒന്നെങ്കിൽ സർക്കാർ സെക്യൂരിറ്റീസ്, സർക്കാരിൻ്റെ സെക്യൂരിറ്റീസിൽ എന്ന് വെച്ചാൽ ഷെയർസ്, സർക്കാർ ഇറക്കുന്ന ഡിബഞ്ചേഴ്സോ ബോണ്ടുകളോ അത്തരത്തിൽ ഇതിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കമ്പനികളുടെ ഷെയർസിലൊക്കെ നിക്ഷേപിക്കുന്നു. അങ്ങനെ ഒരു മിക്സായിട്ട് സർക്കാരിൽ നിക്ഷേപിക്കുന്നു, അതേപോലെ തന്നെ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ കയ്യിലുള്ള സേവിങ്സിനെ അവർ മൊബിലൈസ് ചെയ്ത് അത് സർക്കാർ സെക്യൂരിറ്റീസിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിലും അങ്ങനെ ഒരു മിക്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ദ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ് ആക്റ്റീവ്ലി മാനേജ് ദിസ് പോർട്ട്ഫോളിയോ ഓഫ് സെക്യൂരിറ്റീസ് and earn income through dividend, interest and capital gains. The incomes are eventually passed on to mutual fund shareholders. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഈ സെക്യൂരിറ്റീസ്, പല സെക്യൂരിറ്റീസ് വാങ്ങുകയും അതിനകത്ത് വളരെ ക്രിയാത്മകമായിട്ട് ആലോചിച്ച് വാങ്ങുകയും അതിനകത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ അവർക്ക് അതിനകത്തുനിന്ന് ഇൻകം ലഭിക്കുന്നു, വരുമാനം ലഭിക്കുന്നു. ഡിവിഡൻ്റായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ടൊക്കെ അവർക്ക് വരുമാനം ലഭിക്കുന്നു. അവസാനം ഇവൻച്വലി എന്ന് വെച്ചാൽ അവസാനം ഈ വരുമാനം മ്യൂച്വൽ ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. നമ്മളൊക്കെ ആയിരിക്കും മ്യൂച്വൽ ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ്. ഈ പബ്ലിക് ജനങ്ങളുടെ നിന്നാണല്ലോ പൈസ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ മ്യൂച്വൽ ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. മ്യൂച്വൽ ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൊടുക്കുന്നു, അവർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം അവരെടുത്തതിന് ശേഷം ബാക്കി അവർക്കുണ്ടായ നേട്ടം, ലാഭം നമുക്ക് നൽകുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സംവിധാനം. Assignment questions. Number 1, define insurance. Number 2, what is factoring? Number 3, what is forfeiting? Number 4, what do you mean by mutual funds? Number 5, what is factorage? Number 6, who is insurer? Number 7, who is insured? I hope all of you have understood the second part of the topic, asset or fund-based financial services, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.